നല്ലപോലെ ശർക്കര ചേർത്ത് വരട്ടിയെടുത്താൽ ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ നല്ലതാണ്. പറഞ്ഞാൽ വടക്കേ ഇന്ത്യയിലെ ഒരു വിഭവങ്ങളിൽ ഒരു പ്രധാന വിഭവമാണ്. ഏത്തക്കായ, താമരക്കണ്ണൻ ചേമ്പിൻ്റെ വിത്ത്, ചേമ്പിൻ താള്, അമ്പഴത്തിൻ്റെ ഇലയോ കായോ ചേർത്ത് മല്ലിയും മുളകും തേങ്ങയും പച്ചക്കരച്ച് കേരളീയർ പച്ചത്തീയൽ എന്നൊരു വിഭവം ഉണ്ടാക്കാറുണ്ട് പഴയകാലത്ത്. ഇപ്പോൾ കാണാറില്ല. കൂടുതൽ കാണാറുള്ളത് മൂരിയാട്, ചങ്ങനാശ്ശേരി, തിരുവല്ല മുതലായ സ്ഥലങ്ങളിലാണ് ഈ കറി കാണാം. അല്ല, ഈ പച്ചത്തീയൽ എന്ന് പറയുന്ന ഏർപ്പാട് അത് അവരുടെയാണെന്ന് തോന്നുന്നു, അവരുടെ വിഭവമാണെന്ന് തോന്നുന്നു. ബാക്കിയുള്ളിടത്ത് അങ്ങനെ കാണാറില്ല. പഴയ ആളുകൾ തേങ്ങയും മുളകും അമ്പഴത്തില, ചിലർ അമ്പഴങ്ങ, ഉള്ളി ഉപയോഗിക്കുന്ന കൂട്ടർ ഉള്ളിയും ചേർത്തരച്ച് ചമ്മന്തി ഇലയിൽ പൊതിഞ്ഞ് കനലിൽ ചുട്ടെടുത്ത് ഉപയോഗിക്കാറുണ്ട്. ചുട്ടരയ്ക്കല്ല, ഇന്ന് അരച്ചിട്ട് കനലിൽ പുടഭാഗം ചെയ്തെടുക്കുകയാണ്. നേരത്തെ പറഞ്ഞ ഈ അമ്പഴം ചേർന്ന വിഭവങ്ങളെല്ലാം രുചിയില്ലാത്ത വേളകളിൽ കൊടുത്താൽ രുചി ഉണ്ടാക്കുന്നതാണ്, അരോചകത്തിന് ഉത്തമമാണ്. അതെല്ലാം രുചിക്ക് വേണ്ടിയുള്ളതാണ്, ചികിത്സ എന്നുള്ള നിലയിൽ ഉപയോഗിക്കുന്നതാണ് പഴയ വീടുകളിൽ. അമ്പഴത്തിൻ്റെ ഇലയോ കായോ തിളപ്പിച്ച് പിഴിഞ്ഞ നീരിൽ ചെറിയ ഉള്ളിയും പച്ചമുളകും അരിഞ്ഞിട്ട് തേങ്ങയും മല്ലിയും മുളകും വറുത്തരച്ച് കലക്കി ഉണ്ടാക്കുന്ന പുളിങ്കുഴമ്പ്, അതും അരോചകം മാറാൻ നല്ലതാണ്. പനിയൊക്കെ വന്ന് രുചിയില്ലാതിരിക്കുമ്പോൾ ഇതുണ്ടാക്കി കൊടുത്താൽ രുചിയുണ്ടാവും. ഉദര രോഗങ്ങൾക്ക് നല്ലതുമാണ്. ഇതിൽ ചപ്പാത്തിക്ക് കൂടെ കഴിക്കുന്നത് വടക്കേ ഇന്ത്യക്കാർ ഉപയോഗിക്കുന്നത് കാമോദ്ദീപന ശക്തിക്ക് വേണ്ടിയാണ്. കാരണം അമ്പഴത്തിൻ്റെ പഴം കാമോദ്ദീപനം ഉണ്ടാക്കുന്നതാണ്, കാമോദ്ദീപകമാണ്. ത്വക്ക് രോഗത്തിനും അത് നല്ലതാണ്. സർപ്പവിഷത്തിന് അമ്പഴത്തിൻ്റെ തൊലി നല്ല ഔഷധമാണ്. പേശിക്ഷയം വരുമ്പോൾ, മസ്കുലർ അട്രോപ്പി, അതിനീ മരുന്നേ ഉള്ളൂ ഏറ്റവും പ്രസിദ്ധമായി. എൻ്റെ ലക്ഷണം കാണുമ്പോഴേ അത് ബ്രെയിൻ സെല്ലാണ് പോകുന്നത്, പേശിയല്ല പോകുന്നത്. ആധുനികർ റിജുവനേറ്റ് ചെയ്യില്ല എന്ന് പറയുന്ന ചില ബ്രെയിൻ സെല്ലിൻ്റെ വിനാശം കൊണ്ടാണ് മസ്കുലർ അട്രോപ്പി ഉണ്ടാകുന്നത്. മസ്കുലർ ഡിസ്ട്രോഫി, മസ്കുലർ അട്രോപ്പി, പേശിയുടെ പോഷകമൂല്യക്കുറവ് അറിയുന്നത് സിറം CPK ടെസ്റ്റ് ചെയ്യുമ്പോഴാണ്. ക്രിയാറ്റിനിൻ ഫോസ്ഫോകൈനേസ് പേശിയിൽ സൂക്ഷിക്കുന്ന പ്രോട്ടീനാണ്. അതിൻ്റെ അളവിൽ വലിയ വ്യതിയാനം വരുമ്പോഴാണ് ഈ രോഗം ഉണ്ടാകുന്നത്. പേശിക്ഷയം സംഭവിക്കുക എന്ന് പറയും. അതിന് ഏറ്റവും പ്രസിദ്ധമായ ഒറ്റമൂലിയാണ് അമ്പഴം. എൻ്റെ തൊലി കഷായം വെച്ച് കൊടുത്താൽ പേശിക്ഷയം മാറുന്നതാണ്, വളരെ ഫലപ്രദമാണ്.
പൈത്തികമായ സന്ധിവാദത്തിൽ സന്ധികളിൽ നീർക്കെട്ടും വേദനയൊക്കെ വരുന്നത് പൈത്തികമാണെങ്കിൽ അമ്പഴത്തിൻ്റെ തോല് നല്ലതാണ്. താതിരിപ്പൂവ് അതിൻ്റെ കൂടെ ചേർക്കും. അത് ചില കേസുകളിൽ ബ്ലഡിൻ്റെ ഒരു ലക്ഷണവും കൂടെ കാണും. അതായത് ഹീമോഫീലിയ ലക്ഷണവും കൂടെ വരുന്ന കേസുകളിലാണെങ്കിൽ താതിരിപ്പൂ കൂടി ചേർത്താൽ അത്യുത്തമമാണ്. ഹീമോഫീലിയയിൽ താതിരിപ്പൂ വളരെ പ്രയോജനപ്രദമാണ്. അതിൽ പ്രത്യേകിച്ച് ഫാക്ടർ 7 ആൻഡ് ഫാക്ടർ 8 അതിലാണത് ഏറ്റവും പ്രധാനമായി വരുന്നത്. അമ്പഴത്തിൻ്റെ പാലിനൊപ്പം കഴിക്കരുത്, വിരുദ്ധമാണ്. അങ്ങനെ കഴിച്ചാൽ സാന്തൈൻ ഓക്സിഡൈസും ഹൈഡ്രജൻ പെറോക്സൈഡും, അതായത് C5 H4 N1O2 ആണെന്ന് തോന്നുന്നു, അല്ലേ? അല്ല CH4 അല്ല, CH4 N1O2 ആണെന്ന്. സാന്തൈൻ ഓക്സിഡൈസ് H2O2വുമായി പ്രതിപ്രവർത്തിക്കുമ്പോൾ ഒരു ഹൈഡ്രജൻ സ്വതന്ത്രമാവും. അതിന് നെയ്സൻ്റ് ഓക്സിജൻ എന്ന് പറയും. കെമിസ്ട്രി അല്ലേടാ, എന്നിട്ടൊരു പിടിയില്ല. ഇത് ഈ പഠിക്കാൻ പോകുമ്പോൾ അണ്ടി കുത്തി നടക്കരുതെന്ന് പറഞ്ഞ അവിടെ മുഴുവൻ ഈ പന്തളം മുഴുവൻ ഈ പറമ്പ് മുഴുവൻ കശുമാവാ. പഠിക്കാൻ പോയ കാലത്ത് അണ്ടി കുത്താൻ പോകും. അന്നേരം അണ്ടി കുത്തിയാൽ കുറച്ച് കാശ് കിട്ടും, അല്ലേ? അതാ പറ്റിയത്. അത് കെമിസ്ട്രി ക്ലാസ്സിലൊന്നും കയറിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഓക്സിജൻ ഉടനെ നെയ്സൻ്റ് ഓക്സിജൻ ആവും, അതായത് സ്വതന്ത്രമാവും, ഫ്രീ റാഡിക്കൽ കെമിസ്ട്രി അനുസരിച്ച്. രാസസൂത്രം പറഞ്ഞത്, ഫോർമുല പറഞ്ഞത് എക്സാക്റ്റ് ആയിരിക്കില്ല, ഒന്ന് നോക്കിക്കോണം. പെട്ടെന്ന് തലേന്ന് വരേണ്ടതാണ്, പെട്ടെന്ന് വന്നില്ല, അതുകൊണ്ട് അതിൽ തെറ്റുണ്ടാവും. അതിലാ ഓ സ്വതന്ത്രമാവുമ്പോൾ അത് വേറൊരു ഓയ്ക്ക് വേണ്ടി കിടന്ന് ഓടും. അങ്ങനെ ഉണ്ടാകുന്നൊരു പോളിമറസ് ചെയിൻ റിയാക്ഷൻ വരുമ്പോൾ പിനിയൽ ഗ്രന്ഥിയെ അത് ബാധിക്കും. ഏജിങ് ഉണ്ടാക്കുന്നത് പിനിയൽ ഗ്രന്ഥിയുടെ പ്രവർത്തനമാണ്. ബലം, ഓങ്കോജീനുകൾ രൂപാന്തരപ്പെടും. അങ്ങനെയാണ് ക്യാൻസർ ഉണ്ടാകുന്നത്. പൗരാണിക കാലത്ത് അമ്മമാർക്ക് വിരുദ്ധാഹാരങ്ങളെല്ലാം അറിയാമായിരുന്നു. അതിനെ ഇപ്പം ഇരിക്കുന്ന 60 വയസ്സിനടുത്ത് പ്രായമുള്ളതും അതിൽ തൊട്ട് താഴേക്കുള്ളതും അതിനെ നിഷേധിച്ചുകൊണ്ട്, ചോദ്യം ചെയ്തുകൊണ്ട്, ആധുനിക ശാസ്ത്രത്തിൻ്റെയും ആധുനിക ജീവിതത്തിൻ്റെയും വെളിച്ചത്തിൽ ഉയർത്തിയ വെല്ലുവിളിയാണ് ഇന്ന് ഇന്ത്യ മുഴുവൻ നിറഞ്ഞൊഴുകുന്ന ക്യാൻസർ. ഇറ്റ് ഈസ് ആൻ ഏജിങ്. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദികൾ നിങ്ങൾ 60 വയസ്സ് മുതൽ താഴേക്കുള്ളവരാണ്. നിങ്ങളാണ് സയൻസ് പഠിച്ചു എന്ന് പറഞ്ഞ് അഹങ്കാരികളായി പഴമയെ ചോദ്യം ചെയ്ത് അമ്പടാ ഞാനേ എന്ന് ഭാവിച്ച് രംഗപ്രവേശം ചെയ്തത്. അതുകൊണ്ട് ഓരോ സ്ത്രീയും 4 കുഞ്ഞുണ്ടെങ്കിൽ 2 എണ്ണത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ലുക്കീമിയയോ ക്യാൻസറുമായി ചുമന്ന് നടക്കേണ്ടി വരിക
ഏത് ഭർത്താവും ഭാര്യയെ ചുമന്ന് നടക്കേണ്ടി വരിക, ബ്രസ്റ്റ് ക്യാൻസറോ യൂട്രസ് ക്യാൻസറോ ഓവേറിയൻ ക്യാൻസറോ ആയിട്ട് നടക്കുക, ഏത് പുരുഷനും പ്രോസ്റ്റേറ്റ് ക്യാൻസറും മണ്ണാങ്കട്ടയായിട്ട് നടക്കുക. ഇതൊക്കെ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ്. അത് നിങ്ങൾ അർഹിക്കുന്നതാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും വിരുദ്ധാഹാരങ്ങൾ കഴിക്കാതിരിക്കണം. അതാണ് അതിൻ്റെ വിരുദ്ധാഹാരങ്ങൾ. നിങ്ങളൊരു ചോദ്യം ചോദിച്ചത്, നീയൊക്കെ ഒരു ചോദ്യം ചോദിച്ചത്, ഇത് നിന്നിട്ട് ഞാൻ ചത്തില്ലല്ലോ. ഡോക്ടർ സോമൻ ഉൾപ്പെടെ ചോദിച്ച ചോദ്യം അതാണ്. തൈരും മീനും ഞാൻ ഇഷ്ടം പോലെ കൂട്ടിയിട്ടുണ്ട്, ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ. ചാകുമെന്നല്ല അവർ പറഞ്ഞത്. വിരുദ്ധാഹാരം നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും കുട്ടികളുടെ കുട്ടികൾക്കും മാരകമായ ഇമ്മ്യൂണിറ്റി ഡിസോർഡറുകളും മാരകമാം വിധം പിനിയൽ ഗ്രന്ഥിയെ ബാധിക്കുന്നതും നൈസൻ്റ് ഓക്സിജൻ പുറപ്പെടുവിക്കുന്ന ഫ്രീ റാഡിക്കൽ കെമിസ്ട്രി അനുസരിച്ച്. ഇത് പറഞ്ഞു തരാൻ അവർക്കറിയില്ലായിരുന്നു. അവർക്കറിയാമായിരുന്നു രോഗം വരും. അതുകൊണ്ട് നിങ്ങൾക്കിന്ന് അത് ഇന്നത്തെ കെമിസ്ട്രി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പരീക്ഷിക്കാം. അന്ന് അവർ ഈ കെമിസ്ട്രി ഒന്നും പഠിച്ചിട്ടല്ല പറഞ്ഞത്. അപ്പനോടും അമ്മയോടുമുള്ള എതിർപ്പും പുറത്തുനിന്ന് പഠിച്ചതിനോടുള്ള മമതയും പാരമ്പര്യ ജനിതകങ്ങളോടുള്ള കുശുമ്പും കുന്നായ്മയും നിങ്ങളെ കൊണ്ടെത്തിച്ചത് ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റുകളിലാണ്. അതുകൊണ്ട് അമ്പഴം പഠിക്കുമ്പോഴും ഓർത്തോണം, പാലിനോടുകൂടി അതിൻ്റെ കായ കഴിക്കരുത്. ഒരുപാടുണ്ട്. കാലവിരുദ്ധം, ദേശവിരുദ്ധം, സമ്പദ് വിരുദ്ധം, മാത്രാവിരുദ്ധം, അങ്ങനെ 17 തരം വൈരുദ്ധ്യങ്ങൾ തന്നെയുണ്ട്. അതിനകത്ത് ഇഷ്ടം പോലെ സാധനമുണ്ട്. അകാലത്തിൽ ഒന്നും കഴിക്കരുത്. മുരിങ്ങക്കായ ഇല്ലാത്തപ്പം വരുന്ന മുരിങ്ങക്കായ കഴിക്കരുത്. അത് കാലവിരുദ്ധമാണ്. നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ മുരിങ്ങയിൽ ഉണ്ടാകുന്നതിന് മുമ്പേ അവിടുന്ന് വരുമ്പോഴേ മുരിങ്ങക്കായ തിന്നണം. മാങ്ങ ഇഷ്ടം പോലെ നാട്ടിലുള്ളപ്പോൾ മാങ്ങ വേണ്ട. മനസ്സിലായില്ല? നാട്ടിലെ മാങ്ങയും വേണ്ട. ദേശവിരുദ്ധമായ വെളിയിൽ നിന്ന് കൊണ്ടുവന്നത് വേണം. 30,000 രൂപ കിലോയ്ക്ക് കൊടുത്ത് സോഫിയ തന്നെ തിന്നണം. മനസ്സിലായില്ല? നിങ്ങൾക്ക് എന്നോട് ദേഷ്യം വരുമെന്ന് തോന്നുന്നു. ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ എനിക്കും ഒരു സമാനം വരും. കാരണം മുടിയാൻ മുണ്ടയ്ക്ക് സംബന്ധത്തിന് പോയ നിങ്ങളെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ എനിക്കും ഒരു മനസമാനം കിട്ടില്ല. എൻ്റെ ശൈലി നിങ്ങൾക്ക് പിടിക്കുന്നില്ല എന്ന് എനിക്ക് നന്നായി അറിയാം. കേടാ നിവർത്തികേടുകൊണ്ടിരുന്ന് കേൾക്കുകയാണ്. അല്ല, അതായത് നിങ്ങളത് തമ്മിൽ കഴിക്കുമ്പോൾ അത് ചേർത്ത് കഴിക്കുമ്പോൾ അത് ചേർക്കുകയോ അല്ലെങ്കിൽ ഒരേ ഡിഷിൽ അത് കഴിക്കുകയോ ചെയ്യുമ്പോഴാണ് ആ പ്രതിപ്രവർത്തനം ഉണ്ടാകുന്നത്. ഒരു കെമിസ്ട്രി ഉണ്ടാകുക. 1 മണിക്കൂർ കഴിഞ്ഞ് കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഒന്നിച്ച് കഴിക്കുന്നത് മാത്രമേ പറഞ്ഞുള്ളൂ. അല്ല ഇന്ന് കഴിച്ചിട്ട് നാളെ മറ്റേ കഴിക്കുന്നതെന്നും പറഞ്ഞില്ല. ആ സമയത്ത് കഴിക്കായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വൈകല്യങ്ങൾ വേറെയുണ്ട്. ഇതല്ല, ഇത് നിങ്ങൾക്ക് എക്സാക്റ്റ് ആയിട്ട് നിങ്ങളുടെ തലത്തിൽ പഠിക്കാവുന്ന കെമിസ്ട്രിയാണ് ഞാൻ പറഞ്ഞത്. ഓർഗാനിക് കെമിസ്ട്രി, അതിനകത്ത് ഫ്രീ റാഡിക്കൽ കെമിസ്ട്രി. ഇതൊക്കെ അടുത്ത കാലത്തുണ്ടായ ഡെവലപ്മെൻറ്റാണ്. ഫ്രീ റാഡിക്കൽ കെമിസ്ട്രി ഒന്നും 1950 പഠിച്ചവർക്കൊന്നും ഓർമ്മയുണ്ടാകാൻ വഴിയില്ല. ഒരു 80-ന് ശേഷം പഠിച്ചവർ എനിക്ക് തോന്നുന്നു ഓർഗാനിക് കെമിസ്ട്രി തന്നെ ഒരുമാതിരി നേരാവണ്ണം പഠിച്ചിട്ടുള്ളൂ. അവർ തന്നെ ഈ പഴയ പേപ്പർ മേടിച്ചുകൊണ്ട് പോയി കഷ്ടിച്ചത് ഈ എഴുതിയിട്ടാണ് പരീക്ഷ എഴുതിയത്. മനസ്സിലായില്ല? കാരണം ഒന്നും മനസ്സിലായിട്ടല്ല. അതുകൊണ്ടാണ് ഈ എഴുത്ത്. കാണാപ്പാടം എഴുതി വെച്ചിട്ട് കാണാപ്പാടം പോയി എഴുതി പരീക്ഷയൊന്ന് എഴുതി വെച്ചു, മാർക്കും മേടിച്ചു. എന്താണെന്ന് പിന്നെ ചോദിക്കരുത്. പഠിപ്പിക്കുന്നവന് തന്നെ അറിയില്ല. ആൻറ്റി ഓക്സിഡൻസ് വന്നു കഴിഞ്ഞാൽ, കാരണം വെച്ചാൽ ഈ ഓക്സിജൻ റാഡിക്കൽ ഒരെണ്ണം ഇല്ലാതിരിക്കുന്നത്, ആ റാഡിക്കൽ കെമിസ്ട്രി അനുസരിച്ച് ഒരു റാഡിക്കൽ ഇവിടെ
ഫ്രീ ആയിട്ട് നിൽക്കുന്നത് അവൻ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ ഒരെണ്ണം അങ്ങോട്ട് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവനവിടെ ശാന്തമായി. അത്രേ ഉള്ള അതിൻ്റെ. അതിനാണ് ചീര കൊടുത്തു കഴിഞ്ഞാൽ ശാന്തമാവും, ബീൻസ് കൊടുത്തു കഴിഞ്ഞാൽ ശാന്തമാവും, പിന്നെ പഴനെല്ലിൻ്റെ അരി കഴിച്ചാൽ ശാന്തമാവും, പിന്നെ ക്യാരറ്റ് ബീട്രൂട്ട് കഴിച്ചാൽ കുറച്ചൊക്കെ ശാന്തമാവും, പിന്നെ ചെറുപയർ ശാന്തമാവും, പടവലങ്ങ വെള്ളരിക്ക പഴയ കുമ്പളങ്ങ കഴിച്ച ശാന്തവും. ഇങ്ങനെയാണ് ചരകൻ പറയുന്നത്. ചരകൻ ഇങ്ങനെ കെമിസ്ട്രി ഒന്നും പറഞ്ഞിട്ടല്ല പറയുന്നത്. ഇനി അത് അതിനകത്ത് കാണാൻ വേണ്ടി പോയി നോക്കിയിട്ട് സ്വാമി പറഞ്ഞൊന്നും അതിനകത്തില്ല എന്ന് പറയരുത്. ഇത് ശാന്തവും. നെല്ലിക്കയൊക്കെ നല്ലതാണ്, പക്ഷേ ഫ്രീ റാഡിക്കലുകളെ ശാന്തമാക്കാവുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ റിച്ചായിട്ടുള്ള ഭക്ഷണം ഇവയെല്ലാമാണ്. ഹൈ ആൻറ്റി ഓക്സിഡൻസ് ഉള്ള ഭക്ഷണം. ഉഴുന്ന് അല്ല. ഇതിൻ്റെ കൂടെ നിങ്ങൾ ഇഡ്ഡലിയും ദോശയും ഒക്കെ നിത്യവും തള്ളിക്കയറ്റുമ്പോൾ കുഴപ്പമാവും. രാവിലെ ഇഡ്ഡലി അല്ലെങ്കിൽ ദോശ, വൈകുന്നേരം അതിൻ്റെ ബാക്കിയിരിക്കുന്നത് ഇല്ലേ, അതാകുമ്പോൾ അരച്ചങ്ങ് തള്ളിയാൽ മതി. അപ്പോൾ ഫ്രിഡ്ജിനാണെങ്കിൽ 3 തട്ടുമാണ്. എപ്പോൾ ആരെ കണ്ടാലും എടുക്കുക, ഒഴിക്കുക, ചുടുക, കൊടുക്കുക, ബസ്. ശരിയല്ല. അരച്ച് കലക്കി വെക്കുന്ന പാത്രമാണെങ്കിൽ കഴുകുകയും വേണ്ട, പിറ്റേ ദിവസം അരച്ചൊഴിച്ചങ്ങ് വെച്ചാൽ മതി. അപ്പോൾ പുളിക്കാനും എളുപ്പമുണ്ട്. വിരുദ്ധമല്ല, ഈ കുഴപ്പമുണ്ടായി. സ്ഥിരമായി കഴിക്കാൻ കൊള്ളില്ല, വല്ലപ്പോഴും കഴിക്കാം. കേരളത്തിൽ ഇത് വല്ലപ്പോഴും അരച്ച് കഴിച്ചിരുന്നുള്ളൂ. അത് ഈ എളുപ്പവഴിയായത് ഈ ഗ്രൈൻഡർ വന്നതോടുകൂടിയാണ്. മറ്റേ കൈ കൊണ്ട് അരയ്ക്കണമായിരുന്നു. അന്നേരം പിന്നെ ആരും അരയ്ക്കുകയില്ല. കല്ലാട്ടി അരച്ച് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പണിയുള്ളതാണ്, ശരിയല്ല. അതുകൊണ്ട് വല്ലപ്പോഴും ആണ്ടിലൊരിക്കലൊക്കെ ഇഡ്ഡലിയും ദോശയും തിന്നുള്ളായിരുന്നു. ഇതിപ്പോൾ ആർക്കും മുടക്കില്ലല്ലോ, കാരണം ഇതങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ അരച്ചിങ്ങി തരികയല്ലേ. അത് ഇങ്ങനെ അരയ്ക്കണോ എന്ന് തീരുമാനിക്കേണ്ട വ്യത്യാസമല്ലേ ഉള്ളൂ, അല്ലേ? ഇപ്പോൾ പോരെങ്കിൽ അതിലും എളുപ്പമുള്ള സാധനങ്ങളൊക്കെ. പാക്കറ്റ് കിട്ടുന്നിടത്ത് കുറച്ചുകൂടെ എളുപ്പമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അരയ്ക്കുന്നിടത്ത് പോയി നോക്കിയാൽ വലിയ പുഴുവൊക്കെ ഉണ്ടാവും. കല്ലിൻ്റെ റിമ്മിനിടയിലൊക്കെ പുഴുവൊക്കെ ഉണ്ടാവും. ഒരു പകുതി നോൺ വെജിറ്റേറിയനായിട്ട് ശരിയല്ല. അരച്ച് കിട്ടുന്നിടത്തുനിന്നാകുമ്പോൾ ഇപ്പം പിന്നെ ബഹുരാഷ്ട്ര കമ്പനികൾ ഇങ്ങോട്ട് വരാൻ തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ഫുഡ് ഇൻസ്പെക്ടറും ആരോഗ്യമന്ത്രിയും ഒക്കെ കൂടി ഇറങ്ങി തപ്പുകയാണ്. പെട്ടിക്കടയും ഹോട്ടലും ഒക്കെ ഒന്ന് നിർത്തിയെടുത്തിട്ട് വേണം മറ്റവനെ ഇതൊക്കെ ഒന്ന് ഏൽപ്പിക്കാൻ. ഇന്ത്യക്കാർ മോശമാണെന്നും ഇന്ത്യക്കാർക്ക് ശുദ്ധിയും വൃത്തിയില്ലെന്നും ഇന്ത്യക്കാരുണ്ടാക്കിയാൽ തെറ്റാകുമെന്നും ഒക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ട് സായിപ്പുണ്ടാക്കിയാൽ മാത്രമേ ഇന്ത്യക്ക് പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവനെ വിളിച്ചു കൊണ്ടുവന്ന് ഹോട്ടലും പരിപാടിയും പെട്ടിക്കടയും ഉഴുന്നുവടയും പരിപ്പുവടയും ഒക്കെ ഏൽപ്പിക്കാൻ പോവുകയാണ്. ഇനിയിപ്പോൾ അത് 3 രൂപയ്ക്കൊന്നും കിട്ടുകയില്ല. അതിനുള്ള കളിയാണ് ഇപ്പോൾ കളിക്കുന്നത്. മറ്റേ ഇതൊക്കെ തന്നെയാണ് നേരത്തെ നിന്നുകൊണ്ടിരുന്നത്. കക്കൂസിലെ ടാങ്ക് പൊട്ടി ഇങ്ങോട്ട് വരുമെന്നോ അതിനകത്ത് ഉള്ളിയിട്ട് വഴറ്റിയെടുക്കുമെന്നോ ഒക്കെയാണ് അന്നും ഈ ഉള്ളി തന്നെയാണ് തിന്നിരുന്നത്. സ്വാദിഷ്ടമായ കഴിച്ചത്. ഇപ്പം ആ ഉള്ളി മോശമായെന്നാണ് മന്ത്രി പറയുന്നത്. പിന്നെ ഇതൊക്കെ ചേർന്നല്ലേ നിങ്ങൾ അടിച്ചത്. അത്രയും ലാഭമായല്ലോ, അത്രയും കൂടി നോൺ വെജിറ്റേറിയൻ ചേർന്നല്ലോ എന്ന് വിചാരിക്കുക എന്നുള്ളതല്ലാതെ എന്നോട് നിങ്ങൾക്ക് കലിപ്പ് തോന്നാനിടയുണ്ട്. മതി. അതുകൊണ്ട് അമ്പഴത്തിൻ്റെ കായ പാലിനൊപ്പം കഴിക്കരുത്. ഇനി അതിൻ്റെ പേരുകൾ: ആമ്രാതകം, അത് മാങ്ങയുടെ ആകൃതി ഉള്ളത് കൊണ്ട് ഉള്ള പേരാണ്. കബീപൂതം, അത് കുരങ്ങിനെ പോലെ ധൂസരവർണ്ണമുള്ളത്. പീതനകം, അതിൻ്റെ നീര് വീണാൽ വസ്ത്രങ്ങൾക്ക് മഞ്ഞ നിറം ഉണ്ടാകുന്നതുകൊണ്ട്. അമ്പഴത്തിൻ്റെ അകത്തുള്ള രാസഘടകം സിട്രിക് ആസിഡാണ്. അമ്പഴവും
രക്തസ്തംഭനമാണ്. അതുകൊണ്ട് ഹീമോഫീലിയയ്ക്ക് ഉത്തമമാണ്. ഹീമോഫീലിയ, രക്തപിത്തം, രക്താർശസ് ഇവയിൽ നല്ലതാണ്. ആ, രക്താർശസ് എന്ന് പറഞ്ഞാൽ ബ്ലീഡിങ് പൈൽസ്. അതിന് കഴിച്ചാൽ വളരെ നല്ലതാണ്. അമ്പഴങ്ങ കഴിക്കാം, അമ്പഴത്തിൻ്റെ ഇല കഴിക്കാം. അമ്പഴത്തിൻ്റെ ഇല ചമ്മന്തിയൊക്കെ ബ്ലീഡിങ് പൈൽസ് കുറയ്ക്കും. കഴിക്കുമ്പോഴേ അറിയും. പൂയസ്രാവമുണ്ടായാൽ മൂത്രമാർഗത്തിൽ നീര് വന്നാലും, മൂത്രമാർഗത്തിൽ നീര് വരികയാണെങ്കിലും വസ്തിയിലെ നീരിനും തൊലി കഷായം വെച്ച് കഴിച്ചാൽ മതി. പഴയ കാലത്ത് തൊലിയിട്ട് വെന്ത വെള്ളം സ്ത്രീകൾ ധാരാളം ഉപയോഗിക്കുമായിരുന്നു. ഇതിന് കാരണം ഗർഭാശയ രോഗങ്ങളെല്ലാം മാറാൻ അമ്പഴം നല്ലതാണ്. ഒരമ്പഴം വീട്ടുമുറ്റത്ത് വെച്ച് പിടിപ്പിച്ച് അതിൻ്റെ തൊലിയെത്തി കുറേശ്ശെ വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ സ്ത്രൈണ രോഗങ്ങളിൽ 90% പോകും. സ്റ്റാൻഡേർഡില്ല. രസനയും ടാങ്കും ഒക്കെ ആണെങ്കിൽ സ്റ്റാൻഡേർഡുണ്ട്. ഗർഭാശയം പോയാലും കുഴപ്പമൊന്നുമുള്ള കാര്യമല്ല. പഴയ കാലത്തെ അമ്മമാർക്ക് ഈ അവയവങ്ങളൊന്നും ദുഷിച്ചില്ല. പുതിയ തലമുറയിലെ പെണ്ണുങ്ങൾ ഈ ടൺ കണക്കിന് വൈറ്റമിനൊക്കെ അടിച്ചിട്ട് ഈ അവയവങ്ങളൊക്കെ പോക്കായിട്ടാണ് നടക്കുന്നത്. അതാണ് ഗതികേട്. വിഷമുള്ള അമ്പുകളേറ്റ വ്രണത്തിന്, വിഷത്തിന് നല്ലതാണ് എന്നെഴുതിയാൽ മതി. ആ വ്രണത്തിന് കായ ഔഷധമാണ്. അമ്പഴത്തിൻ്റെ കായയുടെ നീര്, കരിമ്പിൻ നീര്, കുരുമുളക് പൊടിച്ച് ചേർത്ത് കഴിച്ചാൽ പിത്തഹരമാണ്. അമ്ലപിത്തം, അസിഡിറ്റി. അമ്പഴത്തിൻ്റെ ചെറിയ കായയുടെ നീരിൽ കൽക്കണ്ടം ചേർത്ത് കഴിച്ചാൽ മതി. അതൊക്കെ അതെ. കൽക്കണ്ടം ചേർത്തം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് അമ്ലപിത്തം മാറിയിട്ടുണ്ട്, കംപ്ലീറ്റ് മാറും. കെമിസ്ട്രി മാറും. അമ്പഴത്തിൻ്റെ ഇലയുടെ ചൂർണം അമ്പഴത്തിൻ്റെ തൊലി കൊണ്ടുള്ള കഷായത്തിൽ ചേർത്ത് കഴിച്ചാൽ ആമാതിസാരം ശമിക്കും. ആമാതിസാരം എന്ന് പറഞ്ഞാൽ ദഹിക്കാതെ വയറിളകുന്നത്. വീട്ടിലുള്ള ഈ കുത്തിവെക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, കൊതുകിനെ ഓടിക്കാൻ, കണ്ടിട്ടുണ്ടല്ലോ. ആ, അതിൽ അമ്പഴത്തിൻ്റെ കറ വച്ച് പുകച്ചാൽ ആള് മരിക്കാതെ കൊതുക് പോകും. മറ്റേ സാധനം കുത്തിവെച്ചാൽ നിങ്ങൾ എത്തുവും വേഗം. അതിൻ്റെ എളുപ്പവഴി അറിയണമെന്നുണ്ടെങ്കിൽ ഒരു 3 റിപ്പല്ലൻ്റ് വാങ്ങിക്കുക. അപ്പാട് മനസ്സിലായി? മുറി അടച്ചിടുക, മെല്ലെ ഒന്ന് അകത്ത് കത്തിക്കുക. പല്ലി, പഴുതാര, തന്നെ പെരക്കകത്ത് ഓടുന്ന ഇരട്ടവാലൻ, ഇങ്ങനെയുള്ള എല്ലാം ചത്തു വീണ് കിടക്കും. അതെല്ലാം ഇത്ര വേഗം ചാകുമെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിങ്ങനെ മുറിക്കകത്ത് പോയിക്കുമ്പോൾ മറ്റതൊക്കെ ഓടിപ്പോവുള്ള ഇടയിൽ. മനസ്സിലായില്ല? നിങ്ങളവിടെ കിടന്ന് ഉറങ്ങുക, ഓടിപ്പോകാൻ പറ്റില്ല. നിങ്ങൾ ഉറക്കത്തിലാണ് ഇത് ശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് മുഴുവൻ അവയവവും കാണുകയില്ല.
അന്നേരം അതിന് വേറെ ചികിത്സയാണ്. റിപ്പല്ലൻ്റ് ഒക്കെ കുത്തിവെച്ചും ആമമാർക്ക് തിരി കുത്തിവെച്ചും ഒക്കെ ഉറങ്ങുന്നതിന് മുമ്പ് സന്യസിച്ചിട്ടാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ പോയി വാസക്ടമിയോ വല്ലതും ഒക്കെ ചെയ്തിട്ട് വന്ന് കത്തിച്ചു വെക്കുക, നാട്ടുകാർക്ക് ഭാരം ഉണ്ടാക്കാതിരിക്കാൻ. ചിരിക്കുന്നത് മര്യാദയും മനുഷ്യത്വം ഉണ്ടെങ്കിൽ നിങ്ങളിതെല്ലാം കഴിഞ്ഞിട്ട് ഇതിന് 2 ലക്ഷം വല്ലതും കൊടുത്തൊരു സാമൂഹിക പ്രവർത്തകരെ ഏൽപ്പിക്കുമ്പോൾ ഈ നാട്ടിൽ പിരിവ് നടന്ന് മുടിയുക. നിങ്ങൾക്ക് വളരെ എളുപ്പമായത്. നിങ്ങൾക്ക് ജീവിതം ഒരു രസമാണ്. ഇത് കണ്ടു നിൽക്കുന്നവൻ അത്രയും രസമല്ല, ആ വേദന കൊണ്ട് പറഞ്ഞതാ. നിങ്ങൾക്കിത് കാരണം വെച്ചാൽ ഉടയ തമ്പുരാനെ 2 തെരയും പറഞ്ഞ് പുള്ളിയെ ദയിപ്പിച്ചാൽ നിങ്ങൾ കാണിച്ച പോക്കൃത്തരമൊക്കെ അങ്ങ് പോവും. ശരിയല്ല. അതുകൊണ്ട് ഇതിൻ്റെ ബേസിക് മുതൽ പഠിക്കണം. വീട്ടിൽ ഓരോന്ന് കത്തിക്കുമ്പോഴും ഓരോന്ന് മേടിച്ചുകൊണ്ടിരുമ്പോഴും ശാസ്ത്രവാ മണ്ണാങ്കട്ടയാന്ന് പറഞ്ഞ് വല്ലവനും പരസ്യം കാണിക്കുന്നതൊക്കെ പുറകെ നടന്ന് വണ്ടിയെ പെറുക്കിയിട്ടുണ്ടെങ്കിൽ വരുമ്പോഴും ഒക്കെ ആലോചിക്കണം. ഇതൊക്കെ വരും കാലത്ത് വെറുതെ നടക്കുന്നവന് ഭാരമാകുമെന്ന്. നിങ്ങൾക്കാകെ ഇത് രസിച്ച് നടന്നാൽ മതി. കാരണം 2 ആഴ്ച ഇതിനെയും കൊണ്ടുപോയി ഓരോരുത്തരെ കാണിച്ച് ഒരിടത്ത് കൊണ്ടുപോയി ക്യൂ നിന്നു, അവിടെ കൊണ്ടേ കാണിച്ചു. ശരിയല്ലെന്ന് തോന്നുന്നു. നിങ്ങളങ്ങ് രസിക്കുക ജീവിതം. കൊച്ചു നിങ്ങളുടെ ആണെങ്കിലും കണ്ടു നിൽക്കുന്നവനെ ഇതിൻ്റെ വേദന അറിയാൻ പറ്റുള്ളൂ. പറഞ്ഞാൽ മനസ്സിലാവുമോന്നറിയില്ല. അതുകൊണ്ട് ഈ പണിയൊന്നും തുടരരുത്. ഇതിൻ്റെ കറ പുകച്ചാൽ കൊതുക് പോകും. കറ പുകയ്ക്കാൻ നല്ലതാണ്. അതിന് വേണം തോന്നിയാൽ കറ കൊണ്ട് തിരി ഉണ്ടാക്കാം. തിരി ഉണ്ടാക്കി കത്തിച്ചു വെച്ചാൽ മതി. കറ ചേർത്ത് തിരി തെറുത്തുണങ്ങി വെക്കുക. എന്നിട്ട് കത്തിച്ചാൽ കൊതുക് പുറത്തു പോകും. അമ്രാതക പീതനശ്ച മർക്കടാമ്രഹ കപീതനഃ ആമ്രാതമമ്ളം വാദഗ്നം ഗുരുഷ്ണം രുചികൃത് സരം പക്വം തുതുവരം സ്വാദു രസേ ഭാഗേ ഹിമം സ്മൃതം തർപ്പണം ശ്ലേഷ്മളം സ്നിഗ്ധം വൃശ്യം ദാഹക്ഷയ കാസജിത്. ഭാവപ്രകാശ നിഘണ്ടു ഇങ്ങനെയാണ് പറയുന്നത്. ആമ്രാതകം, പീതനകം, മർക്കടാമ്രം, കപീതനം ഇതൊക്കെ അമ്പഴത്തിൻ്റെ പേരുകളാകും. അമ്പഴങ്ങ പുളിരസമുള്ളതും വാതഹരവും ഗുരുവും ഉഷ്ണവീര്യമുള്ളതും രുചികരവും സരവും ആകുന്നു. പഴുത്ത അമ്പഴങ്ങ ചവർപ്പ് രസമുള്ളതും ശീതവീര്യവും തൃപ്തികാരകവും കഫവർദ്ധകവും സ്നിഗ്ധതയുള്ളതും വീര്യവർദ്ധകവുമാകും. ആയത് വീര്യവർദ്ധകവും മലവായുക്കളെ തടയുന്നതും ശരീരത്തെ തടിപ്പിക്കുന്നതും ഗുരുവും ബലവർദ്ധകവുമാകും. പിത്തം, ക്ഷതം, ചുട്ടുനീറ്റൽ, ക്ഷയം എന്നിവയ്ക്കിത് നല്ലതാണ്. ആമ്രാതക പീതനക കപിചൂതോ അമ്ലവാടക ശൃംഗീ കപിരസാഢ്യശ്ച തനുക്ഷീര കപിപ്രിയ. ആമ്രാതക ബലം വൃശ്യം പിത്രാസ കഭവന്യകൃത് ശീതം കഷായം മധുരം കിഞ്ചിത് മാരുതകൃത് ഗുരു. രാജനിഘണ്ടു അങ്ങനെയാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. എന്നാലും പീതനകം, കപിചൂതം, അമ്ലവാടകം, ശൃംഗി, കപി, രസാഢ്യം, തനുക്ഷീരി, കപിക്ഷീരം എല്ലാം ഇതിൻ്റെ പര്യായങ്ങളാണ്.
ആമ്രാതക ബലം കായ ശുക്രവർദ്ധകമാണ്. കുട്ടികളില്ലാത്തവർക്ക് കഴിച്ചാൽ ശുക്രം വർദ്ധിക്കാൻ നല്ലതാണ്. പുരുഷന്മാർക്ക് രക്തപിത്തത്തെയും കഫത്തെയും ഉളവാക്കുന്നതാണ്. അഗ്നിദീപനം ഉണ്ടാക്കുന്നതാണ്. ശീതവീര്യവും കഷായ മധുരവും കിഞ്ചിത് വാദവർദ്ധകവും ഗുരുവുമാണ്. ആമ്രാത കഭവാദഘ്നോ രുചിഷ്യോ ജീർണശൂലജിത് തദ്ഫലം ബൃംഹണം വൃശ്യം തർപ്പണം ഗുരു ശീതളം ദാഹക്ഷയഹരം രക്തവിത്ത പ്രസാദനം സാധുപാകരസം സ്നിഗ്ധം വിഷ്ടംഭി കപശൂലകൃത്. സോഡ്ഡല നിഘണ്ടുവിൽ പറയുന്നതാണ്. ഞാനിതെല്ലാം ഇങ്ങനെ കോട്ട് ചെയ്യുന്നത് നിങ്ങളുടെ തലയ്ക്കടിക്കാൻ തന്നെയാണ്, ചുമ്മാതല്ല. കാരണം ഇതൊക്കെ നിങ്ങളുടെ സയൻറ്റിസ്റ്റുകളായ പാശ്ചാത്യ അപ്പൂപ്പന്മാർ ഇന്നലെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണെന്ന ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്കുണ്ട്. അവൻ്റെ അപ്പനും അപ്പൂപ്പനും ഒക്കെ ജനിക്കുന്നതിന് മുമ്പ് ഈ രാജ്യത്ത് ഇതൊക്കെ നല്ലപോലെ ഓടിയിരുന്നതാണെന്നൊന്ന് ഓർമ്മിപ്പിക്കാനാണ്. പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോയെന്നറിയില്ല. അതുകൊണ്ട് ഇനി അതുമൊക്കെ പൊക്കി പിടിച്ച് നടക്കരുത്. ഇതുവരെ നടന്നതൊക്കെ ക്ഷമിക്കുന്നു തൽക്കാലം. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. 4 മുറി ഇംഗ്ലീഷും ഒക്കെ ഫിറ്റ് ചെയ്ത് ഇതവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ് എന്നൊന്നും കരുതരുത്. ഇതൊക്കെ ഈ രാജ്യത്ത് വളരെ ഭംഗിയായി പഠിക്കുകയും പഠിപ്പിക്കുകയും നിലനിൽക്കുകയും ചെയ്തു പോകുന്നതാണ്. അതുകൊണ്ടാണ് ഈ രാജ്യത്ത് വലിയ മരുന്നൊന്നും വേണ്ടി വന്നിരുന്നില്ല. കുട്ടിയുണ്ടായില്ലെങ്കിൽ 2 അമ്പഴങ്ങ പറിച്ചു കൊടുത്താൽ ഉണ്ടാകുമെന്ന് പഠിച്ചവരായിരുന്നു ഈ രാജ്യത്തിരുന്നത്. നിങ്ങൾക്ക് ഇന്ന് എവിടെയെല്ലാം പോകണം, എന്നിട്ട് വല്ലവൻ്റെ പിള്ളേരെ വളർത്തുകയും വേണം ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷന്. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനും കഴിഞ്ഞ് കുട്ടിയായി കഴിയുമ്പോൾ ഭർത്താവിന് എടുക്കാനൊരു വിഷമം. കാരണം അവനറിയാം ഈ ഗതികേടിലായി ഇന്ന് കേരളം ഓടുന്നത്. Am I not right? അതുകൊണ്ട് ശരിക്കും ആലോചിക്കാം നമുക്കിരുന്ന്. അതുകൊണ്ട് ഈ രാജ്യത്ത് തനത് സംസ്കൃതി ഉണ്ടായിരുന്ന കാലത്ത് ഇതൊക്കെ ഭംഗിയായി ഓടിയിരുന്നു. വിവരമുണ്ടെങ്കിൽ ആലോചിച്ചോ. ഇത് മുഴുവൻ ഞാൻ പറഞ്ഞത് നിങ്ങൾ ചൂണ്ടിക്കാണിച്ച ആ തലമുറയാണ് ഇത് മുഴുവൻ ആഡംബരം കൊണ്ട് നശിപ്പിച്ചത്. കിട്ടുന്നിടത്തൊക്കെ നിങ്ങളെ അടിക്കേണ്ടതാണ്. കഫവാദങ്ങളെ ഹരിക്കുന്ന അമ്പഴം രുചിയുണ്ടാക്കുന്നതും ജീർണശൂലയെ ഇല്ലാതാക്കുന്നതുമാണ്. അതിൻ്റെ ഫലം ബൃംഹണവും വൃശ്യവും ബല്യവും തർപ്പണവും ഗുരുവും ആകുന്നു. അത് ദാഹം, ക്ഷതം, ക്ഷയം, രക്തപിത്തം എന്നിവയെ ഇല്ലാതാക്കുന്നതും പ്രസാദാത്മകതയെ ഉണ്ടാക്കുന്നതുമാണ്. അത് സ്നിഗ്ധമാണ്. വിഷ്ടംഭി, ശുക്രോൽപാദനം, ഇതിലൊക്കെ നല്ലതാണ്. കഫത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ആമ്രാതകശ്ചാമ്രവട ഫലീമോദ ഫലക്കവി ആമ്രാതമാമവദകൃതം ഗുരുഷ്ണം രുചികൃത്സരം പക്വം സ്വാദു ഹിമം വൃശ്യം മരുത്പിത്ത ക്ഷയാസ്രജിത്. മദനപാല നിഘണ്ടു പറയുന്നതാണ്. ആമ്രാതക, ആമ്രാവട, ഫലീമോദ, ഫലകവി എന്നതെല്ലാം അമ്പഴത്തിൻ്റെ പര്യായങ്ങളാണ്. പച്ച അമ്പഴങ്ങ വാദനാശകമാണ്, ഉഷ്ണമാണ്, രുച്യമാണ്, സരമാണ്. പഴുത്ത അമ്പഴങ്ങ മധുരമാണ്, ശീതളമാണ്, ധാതുപുഷ്ടിപ്രദമാണ്, വാദപിത്തക്ഷയ രക്താദികളിൽ ഉത്തമമാണ്. ആമ്രാതക പീതനശ്ച മക്കടാമ്ര കവീതന ആമ്രാതമമ്ളം വാദഗ്നം ഗുരൂണാം രുചികൃത്സരം പക്വന്തു തുവരം സ്വാദു രസേ ഭാഗേ ഹിമം സ്മൃതം തർപ്പണം ശ്ലേഷ്മളം സ്നിഗ്ധം വൃശ്യം വിഷ്ടംബി ബൃംഹണം ഗുരുവല്യം മരുത്പിത്ത ശതദാഹ ക്ഷയാസ്രജിത്. ഭാവപ്രകാശ നിഘണ്ടു പറയുന്നതാണ്.
ആമ്രാതകം, പീതനം, മർക്കടാമ്രം, കപീതനം, ആമ്രാത ഇവയെല്ലാം പര്യായം. അവ രസയുക്തവും വാദനാശകവും ഗുരുവും ഉഷ്ണവും രുചികാരകവുമാണ്, സരമാണ്. പഴുത്ത അമ്പഴങ്ങ കഷായ രസയുക്തവും സ്വാദിഷ്ടവും വിഭാഗത്തിൽ മധുരവും ശീതളവും സന്ദർപ്പണവും കഫജനകവും സ്നിഗ്ധവും വൃശ്യവും വിഷ്ടംഭതകവുമാണ്. ബ്രഹ്മണവും ഗുരുവും ബല്യവും വാതപിത്ത ക്ഷതദാഹക്ഷയനാശകവും രക്തവികാര ശമനവുമാണ്. ലിംഗത്തിലുണ്ടാകുന്ന രോഗത്തിന് ഗുഖം, ലിംഗത്തിൽ വരുന്ന ഗുഖമെന്ന രോഗത്തിന്, അത് ഗുഖം 18 തരമുണ്ട്. സർഷബി എന്നൊക്കെ തുടങ്ങി 18 തരമുണ്ട്. അതിന് ഏറ്റവും നല്ല ഔഷധം അതാദ്യം കീറണം. സുശ്രുതൻ പറയുന്നത് അങ്ങനെയാണ്. അതിനെ കീറി അതിലെ ദുഷ്ടു കളഞ്ഞ് അമ്പഴത്തൊലി, കടുക്കാത്തോട്, താന്നിക്കാത്തോട്, നെല്ലിക്കാത്തോട്, പാച്ചോറ്റിത്തൊലി, എഴുതുന്നുണ്ടോ? അമ്പഴത്തൊലി, കടുക്കാത്തോട്, താന്നിക്കാത്തോട്, നെല്ലിക്കാത്തോട്, ത്രിഫല എന്ന് എഴുതിയാൽ മതി. പാച്ചോറ്റിത്തൊലി, പനച്ചിക്കായ, എന്നിവ ചേർത്ത് കാച്ചിയ എണ്ണ കൊണ്ട് ധാര ചെയ്ത് ആ വ്രണം ഉണക്കാം. സുശ്രുതം ചികിത്സാസ്ഥാനം 21-ാം അധ്യായം 6-ാം ശ്ലോകം. സുശ്രുതം ചികിത്സാസ്ഥാനം 21-ാം അധ്യായം 6-ാം ശ്ലോകം. അതാണിപ്പോൾ ഈ പറഞ്ഞത്. അതിൽ ശ്ലോകസംഖ്യ മാറും. ഞാനീ പറയുന്നത് ഒരാശയം മുഴുവനുള്ള ശ്ലോകത്തെ ഒന്നിച്ച് പറയുന്ന ശ്ലോകമാണ് 6-ാം ശ്ലോകം. 2 വരികളെ ഒരു ശ്ലോകമെന്ന കണക്കിന് പ്രിൻ്റ് ചെയ്തിട്ടുള്ളവയാണ് മൂലപുസ്തകങ്ങളെല്ലാം. അതുകൊണ്ട് ചിലപ്പോൾ അത് 15-ഓ 14-ഓ ഒക്കെ ആയിപ്പോയി എന്ന് വരും. അങ്ങനെ കണ്ടാൽ ഞങ്ങൾ തപ്പിയിട്ട് കിട്ടിയില്ല എന്ന് പറയരുത്. സൈഡിൽ എഴുതി വെച്ചേക്കണം. ശ്ലോകസംഖ്യയിൽ വ്യത്യാസം കാണും, അധ്യായം വ്യത്യാസം കാണില്ല. ഞാൻ പറഞ്ഞെന്ന് വിട്ടില്ലെങ്കിൽ നേരെ പോയി എവിടെയെങ്കിലും ചെന്ന് ലൈബ്രറി നോക്കിയിട്ട് ഇത് സ്വാമി ഉമ്മ ഉണ്ടാക്കി പറഞ്ഞതാണെന്ന് പറയും. അത് വരാതിരിക്കാനാണ് അങ്ങനെ പറഞ്ഞു തന്നത്. വാട്സ് അത് ഒരുപാട് തരമുണ്ട്. മുഖം എന്നാണ് അതിന് പറയുക. ആക്ച്വലി അത് HPV അണുബാധയുടെയും HIV അണുബാധയുടെയും ഒരു പരിണാമമാണ് ശരിക്കും പറഞ്ഞാൽ അവാർഡ്സ്. സ്ത്രീകളിലും പുരുഷന്മാരിലും അവാർഡ്സ് ജെനിറ്റൽ ഓർഗൻസിൽ കൂടുതലായി കാണും. ഇതിങ്ങനെ പൊളിച്ചാലിങ്ങി പൊളിഞ്ഞു പോരും. വേറൊരു പതിപ്പ്. അതിങ്ങി പൊളിച്ചാലിങ്ങി പൊളിഞ്ഞു പോരും. അത്രയും സ്ഥലത്ത് നിന്ന് ബ്ലഡ് വരും, വീണ്ടും അവിടെ വരും. അങ്ങനെയുള്ളൊരു സാധനമാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ എസൻസ് ഓയിൽ ഇന്ന് കണ്ടെത്തിയതല്ലെന്ന് മനസ്സിലാവും. എസൻസ് ഓയിൽ വളരെ പണ്ടേ ഉപയോഗിച്ചിരുന്നുവെന്ന് സുശ്രുതം വെച്ച് നിങ്ങൾക്ക് ബോധ്യമാവും. അതിന് സുശ്രുത സംഹിത സ്നേഹോപയനഗിക ചികിത്സിതം വായിക്കുക. സ്നേഹോപയനഗിക. സ്നേഹോപയനം, സ്നേഹോപനയനം. അതിൽ ചികിത്സിതത്തിൽ ആ ഭാഗം എടുത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ചികിത്സാസ്ഥാനം, സുശ്രുതം ചികിത്സാസ്ഥാനം 31-ാം അധ്യായം 1-ാം ശ്ലോകമാണെന്നാണ് എൻ്റെ ഓർമ്മ. ശ്ലോകസംഖ്യയ്ക്ക് മാറ്റം ഉണ്ടാവും, അധ്യായമൊക്കെ കറക്റ്റായിരിക്കും.
ഉഷ്ണസ്നിഗ്ധാമ്ലലവണാമേധ്യ മാംസരസാഹിതാഹ ആമ്രാമ്രതക വേശിഭി സംസ്കൃത രാഗഖണ്ഡവാഹ എന്ന അഷ്ടാംഗഹൃദയം ചികിത്സിതം പറയും. ഉഷ്ണവും സ്നിഗ്ധവും അമ്ലലവണരസമുള്ളതുമായ പുഷ്ടിയുള്ള ജന്തുക്കളുടെ മാംസം വെന്തെടുക്കുന്ന രസങ്ങളും മാങ്ങയുടെയും അമ്പഴങ്ങയുടെയും കഷ്ണങ്ങൾ സംസ്കരിച്ചെടുത്ത രാഗങ്ങളും ഖാണ്ഡവങ്ങളും മദാത്യത്തിൽ, അതായത് മദ്യം കഴിച്ച് മത്താകുന്നതിൽ, മദ്യം കൊണ്ട് ബോധം ഇല്ലാതാകുന്നതിൽ ഉപയോഗിക്കാൻ നല്ലതാണ്. ദശമൂലം ബലാം കാലം സുഷവീംദൗ പുനർനവൗ പൗഷ്കരൈരണ്ടരാസ്നാശ്വഗന്ധാ ഭാർഗ്യമൂത്രാശടി പചേദ്ഗന്ധപലാശം ച ദ്രോണവം ദ്വിപലോന്മിതം യവൈ കോലൈ കുലദ്ധൈശ്ച മാഷൈശ്ച പ്രാസ്തികൈ സഹ ക്വാധേസ്മിൻ ദധിപത്രേ ച കൃതപ്രസ്ഥം വിഭാജയത് സ്വരസൈർദാഡിമാമ്രാത മാതളം ഗോദ്വൈർയുധം തഥാ തുഷാംബുധാന്യമ്ലയുധൈഃ ശ്ലഷ്ണൈശ്ച കൽക്കിതൈഃ ഭാർഗീ തുംബുരു ഷഡ്ഗ്രന്ഥ ഗ്രന്ഥിരാസ്നാഗ്നിധാത്യകൈഃ യവാനകയവാന്യമ്ലവേദസ സ്ഥിതജീരകൈഃ അജാജിഹിംഗുഹബുഷ കാരവീ വൃഷകോശകൈഃ നികുംഭകുംഭമുർവേദ പിപ്പലീവേലദാടിമൈ സ്വദംഷ്ട്ര ത്രപുസൈർവാരു ബീജ ഹിംസ്രാശ്മഭേദകൈഃ മിസിദ്വിക്ഷാര സുരസ ശാരിബാ നീലിനീബലൈഃ ത്രിപടു വേദൈർദാധിതം തദ്വ്യബോഹതി രോഗനാശുതരാൻ പൂർവാൻ കഷ്ടാനപിച ശീലിതം അപസ്മാരഗരോന്മാദ മൂത്രാഘാതാനിലാമയാൻ. ദശമൂലം, കുറുന്തോട്ടിവേര്, ശ്ലോകത്തിൻ്റെ അർത്ഥമാണ്. ശ്ലോകം ആവശ്യമുണ്ടായിട്ടില്ല. അല്പം സംസ്കൃതം കേട്ടെങ്കിലും നിങ്ങൾക്ക് പുണ്യം വന്നോട്ടെ എന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് അരോചകമായി തോന്നുന്ന ഒരു ഭാഷയാണല്ലോ അത്. അപ്പം അതുകൊണ്ട് അല്പനേരം ഇരുത്തി ഒന്ന് ചൊല്ലിവിടാമെന്ന് വെച്ചാൽ കേട്ടെങ്കിലും അടുത്ത ജന്മത്തിലെങ്കിലും ശരിയായിട്ടൊന്ന് ജനിച്ചെങ്കിലെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങളേറ്റ് പൊക്കോളുമല്ലോ. രണ്ടായാലും എനിക്ക് പുണ്യമാണ്. ദശമൂലം എന്ന് പറയുമ്പോൾ കുമിഴിൻ വേര്, കൂവളവേര്, പയ്യാനവേര്, പാതിരിവേര്, മുഞ്ഞവേര്, ഓരിലവേര്, മൂവിലവേര്, ചെറുവഴുതിനവേര്, വെൺവഴുതിനവേര്, ഞെരിഞ്ഞിൽ. ഇതിനാണ് ദശമൂലം എന്ന് പറയുന്നത്. ഇത് 10 ഉണ്ട്. അതുകൊണ്ട് ദശമൂലം എന്ന് എഴുതിയിട്ട് ഒരു ചെടിയാണ് വിചാരിച്ചേക്കൽ. 10. അതിൽ ഞെരിഞ്ഞിൽ മാത്രം വേര് കിട്ടുകയില്ലാത്തതുകൊണ്ട് വേരല്ല ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, കായാണ് ഉപയോഗിക്കുന്നത്. അത് കായാണ് ആ ഞെരിഞ്ഞിൽ. ദശമൂലം, കുറുന്തോട്ടിവേര്, അമരി, പുല്ലാനി, വെളുത്ത തഴുതാമ, ചുവന്ന തഴുതാമ, പുഷ്കരമൂലം, ആവണക്കിൻ വേര് ആണോ? ദശമൂലം, കുറുന്തോട്ടിവേര്, അമരി, പുല്ലാനി, വെളുത്ത തഴുതാമ, ചുവന്ന തഴുതാമ, പുഷ്കരമൂലം, ആവണക്കിൻ വേര്. അവിടം വരെയായോ? മൂലം,
ആവണക്കിൻ വേര്, ചിറ്റരത്ത, അമുക്കുരം, ചെറുതേക്ക്, അമൃത്, കച്ചോലം, അയമോദകം ഇവ 2 ഫലം വീതം. 2 ഫലം എന്ന് പറഞ്ഞാൽ 61.25 ഗ്രാമാണ് പഴയ മാഗധ പരിമാണത്തിലെ ഒരു ഫലം. അതല്ല ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡേർഡൈസ്ഡ് രീതിയിൽ 48 ഗ്രാമാണ് ഉപയോഗിക്കുന്നത് ഒരു ഫലം. 61.25 സംശയം എന്താ? ഫലം കിട്ടണേ, കഷായത്തിന് ഫലം കിട്ടാതിരിക്കാൻ ഗവൺമെൻറ് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാക്കി തന്നേച്ച് ആയുർവേദം പൊട്ടയാണെന്ന് പറയാൻ വേണ്ടിയല്ലേ? ജനാധിപത്യ ഗവൺമെൻറ് അല്ലേ? എന്നല്ലേ പാശ്ചാത്യനെ എഴുന്നള്ളിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സംശയമൊന്നും വേണ്ട, 61.25 ഗ്രാം തന്നെ ഉപയോഗിക്കും. അതിൻ്റെ മൾട്ടിപ്പിൾസ് എടുക്കാം. അമരി വെള്ളയും അമരി നീലയും. അമരി എന്ന് പറയുമ്പോൾ ഇത് വെള്ളയമരി, മറ്റത് നീലയമരിയാണ്, നീലയമരി എന്ന് പറയും. 2 ഫലം വീതം. യവം എന്ന് പറഞ്ഞാൽ ബാർലി, അതിന് പകരം മറ്റേ നീളമുള്ള ഗോതമ്പ് ഉപയോഗിച്ചാലും മതി. അതാണിപ്പോൾ അങ്ങാടിക്കടയിൽ കിട്ടുന്നത്. സൂചി ഗോതമ്പല്ല, ഒരു ഇച്ചിരിയും കൂടെ വ്യത്യാസമുണ്ട് അതിൽ. അതാണ് കടയിൽ കിട്ടുന്നത്. യഥാർത്ഥത്തിൽ ബാർലിയാണ്. ലന്തക്കുരു, മുതിര, ഉഴുന്ന് 16 ഫലം വീതം. ഇത് 16 ഇടങ്ങഴി വെള്ളത്തിൽ കഷായം വെച്ച് ഊറ്റുക. നാലിടങ്ങഴിയാക്കി. അതിൽ 4 ഇടങ്ങഴി തൈര്, ഇടങ്ങഴി നെയ്യ്, തൈര്, ഇടങ്ങഴി നെയ്യ്, മാതളപ്പഴം, അമ്പഴങ്ങ. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും സാധനം യോജിപ്പിച്ച് പറഞ്ഞത്. ഒരു അമ്പഴങ്ങ ആദ്യം വരുന്നതുകൊണ്ടാണ് അത് പറഞ്ഞത്. മാതളപ്പഴം, അമ്പഴങ്ങ, വള്ളി നാരങ്ങ. നിങ്ങൾ കണ്ടിട്ടുണ്ടാകാനിടയില്ല. നിങ്ങൾ ആകെപ്പാടെ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവുക ചെറുനാരങ്ങയും വടുകപ്പുളി നാരങ്ങയും കണ്ടിട്ടുണ്ടാവും. അതിൽ നല്ല ചെറുനാരങ്ങ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. കാരണം പുതിയ വെറൈറ്റി വന്നിരിക്കുന്നത് മുട്ടേറ്റഡ് വെറൈറ്റിയാണ്. GM നാരങ്ങയായിരിക്കും കണ്ടിട്ടുള്ളത്. ഈ മുഴുവൻ ചെറുനാരങ്ങ എന്ന് പറഞ്ഞു, വെള്ളം കൂടുതലുള്ളത്. മറ്റത് ഒടിച്ചുകുത്തി നാരകം, വള്ളി നാരകം, ഇങ്ങനെയൊക്കെ നാരകമുണ്ട്. കേട്ടിട്ടുള്ളവർ തന്നെ പ്രായമായവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. അത് വേറെ, അത് ഗണപതി നാരങ്ങ. അത് വള്ളിയിലുണ്ടാകുന്നതല്ല. അതിന് മാതള നാരങ്ങ എന്ന് വടക്കൻ കേരളത്തിൽ പറയും. അത് ഗണപതി ഹോമത്തിനൊക്കെ ഉപയോഗിക്കുന്ന അതാണ്. അത് ഗണപതി നാരങ്ങ എന്ന് പറയും. അതിന് തൊണ്ടിന് കട്ടി കൂടും. അതാണ് നർത്തും കായ്ക്കൊക്കെ എടുക്കുന്നത് കൂടുതൽ. അത് വേറെ. അതുമല്ല, വള്ളി നാരങ്ങ എന്ന്